ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ നിഷ ജോയ് സീസൺ 1 എപ്പിസോഡ് 9. ഇന്നത്തെ ഈ ദിവസം ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുട്ടികൾ ലൈഫ് സ്കിൽസ് ലേൺ ചെയ്യട്ടെ എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. നമ്മൾ ഈ അടുത്തിടയ്ക്കായിട്ട് മാധ്യമങ്ങളിലൊക്കെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. നമ്മൾ എന്താണ് ആസ് എ പേരന്റ് അല്ല കെയർ ഗീവർ നമ്മളുടെ കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, അവര് എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ അവർ ലേൺ ചെയ്യേണ്ടത്. ശരിക്കും അവർ തനിയെ ലേൺ ചെയ്യും അല്ലേ? നമ്മൾ ഒരു ഗൈഡൻസ് കൊടുത്ത് അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ആസ് എ പേരന്റ് അല്ല കെയർ ഗീവറായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മെയിനായിട്ട് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും സപ്പോർട്ട് ചെയ്യേണ്ട കടമ എന്നുള്ളത് ആ രക്ഷിതാവിനാണ് അല്ലെങ്കിൽ കെയർ ഗീവർക്കാണ്. അപ്പം ഞാൻ കെയർ ഗീവർ എന്ന് പറയാൻ കാരണം ചില സന്ദർഭങ്ങളിൽ പേരൻസ് ആയിരിക്കത്തില്ല കുട്ടികളെ നോക്കുന്നത്. അപ്പൊ കെയർ ഗീവേഴ്സ്, അപ്പൊ അത് ആര് വേണേലും ആകാം. ചിലപ്പോൾ റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വളരുന്ന പിള്ളേരാകാം. അങ്ങനെ പല പല ഇതുണ്ട്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ട്, പിന്നെ അതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പം ഒരു കുഞ്ഞ് ലേൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവര് പഠിക്കുന്നത്, അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ വാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് അവരുടെ കൂടെ നിൽക്കുന്നു. അത് മോണിറ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെ സജഷൻസ് കൊടുക്കുക. അതായത് ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെ ആവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് ഇങ്ങനെ കാണിക്കുക. അപ്പുറത്തിരുന്ന് കുട്ടി ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഞാനിപ്പോൾ എൻ്റെ കുട്ടികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം എൻ്റെ ഇളയ മോളാണെന്നുണ്ടെങ്കിലും മൂത്ത മോളാണെന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും വന്ന് നിന്ന് വാച്ച് ചെയ്യുമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം കൂടുതലുള്ളപ്പം അവർ അതിൻ്റെ ആ ഒരു സൈഡിലോട്ട് വരാറില്ല. ഞാൻ പഠിത്തത്തെ ഡിസ്റ്റർബ് ചെയ്യാറില്ല, കാരണം അത് ഫോഴ്സ് ചെയ്യാറുമില്ല. അവരവരുടെ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യുന്നു. പിന്നെ അതൊക്കെ കഴിയുമ്പോൾ വന്ന് ഇങ്ങനെ എൻ്റെ സൈഡ് പറ്റി ഇങ്ങനെ നിന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി കാണും. അപ്പം ഇതെന്താ, ഇതെന്താ ചെയ്യുന്നത്, അതെങ്ങനെയാ ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത് എൻ്റെ 6 വയസ്സുള്ള കുട്ടിയാണ്. ഇങ്ങനെ ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത്. കാരണം അവളുടെ ആ ഒരു ഏജ് അതായതുകൊണ്ട് ആ ഒരു ഏജിൽ ക്യൂരിയോസിറ്റി കൂടും. അവർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ആൻസർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇങ്ങനെ ഓരോ കാര്യങ്ങളും അറിയാനുള്ള ആ ഒരു ഇതാണ്. അപ്പം നമ്മളത് ഒരിക്കലും നോ എന്ന് പറയരുത്. ഞാനിവിടെ പണി ചെയ്യാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓടിച്ചു വിടുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈവൻ ഞാനും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. ഞാനും ഇങ്ങനെയൊക്കെ അമ്മ ഇതൊന്ന് ചെയ്ത് തീർത്തോട്ടെ, കൊച്ചു അവിടെ പോയി ഇരിക്കുന്നൊക്കെ പറയാറുണ്ട്. അന്നേരം സാഡായിട്ടൊക്കെ ഇച്ചിരി ഫേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം തോന്നാം. അയ്യോ, ഞാൻ എന്നത്തിന് അങ്ങനെ പറഞ്ഞേ എന്ന് ഞാൻ ആലോചിക്കും. അപ്പം ഞാൻ തിരിച്ചു വരും, മോളിഞ്ഞ് പോരെ, അമ്മ കാണിച്ചു തരാം, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. ചില സന്ദർഭങ്ങളിൽ ഇപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടയേർഡായിട്ടിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു മൂഡൊന്നും കാണത്തൊന്നുമില്ലായിരിക്കും. പക്ഷെ എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? നമുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് പ്ലേ ചെയ്ത് പതുക്കെ ഒന്ന് കാം ആൻഡ് റിലാക്സ് ഒക്കെ ആയിട്ട് ടോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓക്കെ ആകുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കെയർ ഗീവർ അല്ലെ പേരന്റ് എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് അവർ തന്നെ ചെയ്യുക, അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അവര് തുണി മടക്കുന്ന, ഇപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തുണി വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്ത് വിരിച്ചിടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോട്ടെ. ചിലപ്പോൾ ചുരുണ്ടുകൂടി ഒരു ഫുട്ബോളുകൾ കണക്കിയായിരിക്കും ഇരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയൊക്കെ ഉണങ്ങി വരാൻ ഇച്ചിരി പാടുപെടും. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഒന്ന് ഷേക്ക് ചെയ്തിട്ടൊക്കെ ഇടുക. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ അവർ ചെയ്താണ് അവരും ലൈഫിൽ ആ സർവൈവൽ സ്കിൽസ് എന്ന് പറയുന്നത് ലേൺ ചെയ്യുന്നത്. ഉടനെ ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ പറയുന്നത് തുണി അലക്കിയതുകൊണ്ട് സർവൈവൽ സ്കില്ല് പഠിക്കത്തൊന്നുമില്ല. പക്ഷെ നമ്മളൊരു മുതിർന്ന ഒരാളായിട്ട് നമ്മൾ തനിയെ ഇപ്പം ദൂരെ എവിടെയെങ്കിലും നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ പോയി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെറുപ്പത്തിൽ ചെയ്തു വളർന്നു പോയത് കൊണ്ട് അതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഇപ്പൊ ഇതൊന്നും ചെയ്യാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് കൊണ്ട് ഒരു നിമിഷം അയ്യോ ഇതെല്ലാം കൂടെ ഒരു ഭാരമായിട്ട് തോന്നും. ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ അതൊക്കെ അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്ത് വളർത്തി കൊണ്ടുപോവുക. അതുപോലെ തന്നെ മണി മാനേജ്മെന്റ്,
വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പറമ്പിപ്പണിക്കൊക്കെ നാട്ടിൽ ആളെ വിളിക്കും. പക്ഷെ ഇപ്പോഴ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇപ്പം പുറത്ത് വന്ന് ജോലി ചെയ്തപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറമ്പിൽ കളയൊക്കെ പറിക്കാനും അതൊക്കെ കൂട്ടും, ഗാർഡനിലെ പുല്ലൊക്കെ പറിക്കാനൊക്കെ ഞങ്ങൾ കൊച്ചുങ്ങളെ കൂടെ കൂട്ടും. അപ്പോൾ അവർ ചോദിക്കും ഇതിനെന്താ റിവാർഡ് ഉള്ളതെന്ന് ചോദിക്കും. ഞങ്ങൾ പറയും റിവാർഡുണ്ട്, ഇത് കഴിയുമ്പോഴത്തേക്കും തരാം, എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ റിവാർഡ് തരുന്നതായിരിക്കും എന്ന് പറയും. അവർക്ക് വേണ്ടത് ചിലപ്പോൾ അവരുടെ പിഗി ബാങ്കിലേക്കുള്ള ഡൊണേഷൻ ആയിരിക്കും. അത് നമ്മൾ കുടുക്കകത്തൊട്ടിടാനുള്ള ഒരു ചെറിയ കോയിൻസ് ഒക്കെ അങ്ങനെ അവർക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അവർ ആ ഒരു മണി മാനേജ്മെന്റ് എന്നുള്ളത് അവരുടെ ചെറുപ്പത്തിൽ തന്നെ തലയ്ക്കകത്ത് ഉരുത്തിരിയാണ്. അപ്പം അവരുടെ കാര്യങ്ങളോ ഈ പൈസയൊക്കെ സൂക്ഷിച്ച് ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ഐ വാണ്ട് ടു ബൈ എ ഗിഫ്റ്റ് ഫോർ മൈ മം ഡാഡ് എന്നൊക്കെ ഇവർ പറയും. അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മളിരുന്ന് നമുക്ക് ഉള്ളിൽ ചിരിയൊക്കെ വരും. ഇങ്ങനെ നമ്മൾ ഇരിക്കുവേ അതൊക്കെ കേട്ട്. പക്ഷെ അവരുടെ ആ കുഞ്ഞു മനസ്സിൽ അവർ വളരെ പ്ലാൻഡ് ആണ്. കാരണം ഈ പൈസയൊക്കെ എനിക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ അവരും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു നമ്മൾ വിചാരിക്കും കുഞ്ഞു ബുദ്ധിയാ അല്ലെങ്കിൽ ഇതാണ്, പക്ഷെ അതല്ല, അവരുടെ ഇതിലത് വലിയ ചിന്തകളാണ്. അപ്പൊ ആ ഒരു ചിന്തകളെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സപ്പോർട്ട് ചെയ്യാണ് നമ്മൾ ആസ് എ പേരന്റ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും കുട്ടികൾ അവർ ഓരോ കാര്യങ്ങൾ ചെയ്തു വളരട്ടെ, അവർക്കറിയാവുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു വളരട്ടെ. ആസ് എ പേരന്റ് അല്ല കെയർ ഗീവർ നമ്മളിതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് ഒരു സേഫ്റ്റി നെറ്റ്, അവരെ ആ ഒരു രക്ഷാകവചം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ആ ഒരു ഈ പ്രതിസന്ധികളെ നേരിടാനൊക്കെയുള്ള ആ ഒരു സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്യട്ടെ. അതുപോലെ തന്നെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലകളിൽ അവർ പോകാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. അവരുടെ തെറ്റുകൾ എന്തെങ്കിലും അവർ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഓക്കെ അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ചോദിച്ച് നമുക്ക് ആ ഒരു രീതിയിൽ അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. You have listened to Podcast by Nisha Joy, Season 1, Episode 9. Kindly subscribe, support, share, and keep up to date. And this is Nisha signing off from Melbourne. Thank you. You all have a good day. Bye-bye.